പി വി അൻവർ ഉയർത്തിയ ആരോപണത്തിൽ CPM-ൽ ഗൗരവമായ ചർച്ച നടക്കുമെന്നാണ് അറിയുന്നത്. നാളെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം പ്രത്യേകമായി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ ഈ കാര്യം കൈകാര്യം ചെയ്യാനാണ് പാർട്ടിയുടെ നീക്കം. നമുക്കൊപ്പം വിശദാംശങ്ങളുമായി തിരുവനന്തപുരം നിന്ന് അജീഷ് ജയകുമാറും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ B. ദിലീപ് കുമാറും ചേരുന്നു. ആദ്യം ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം അജീഷിലേക്ക്. അജീഷ്, തലസ്ഥാനത്ത് കൊണ്ടുപിടിച്ച രാഷ്ട്രീയ പ്രതിവാദങ്ങളും വിവാദങ്ങളും ഒക്കെ അരങ്ങേറുകയാണല്ലോ. എന്തായാലും ഒരു MLA ഉയർത്തിയ വിവാദങ്ങളിൽ AK സെൻ്റർ ഒന്ന് കുലുങ്ങിയോ? ഗുഡ് മോർണിംഗ് SKN. എന്തായാലും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് PV അൻവർ MLA ഈ ആരോപണങ്ങളൊക്കെയും ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ പാർട്ടി സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ഈ പരാതി ഉന്നയിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം പരാതി ഗൗരവതരമാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ പാർട്ടി സെക്രട്ടറി തന്നെ ചോദിച്ചറിഞ്ഞുവെന്നും അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല LDF കൺവീനർ തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരമാണെന്ന് പറയുകയും അത് പാർട്ടി പരിശോധിക്കുമെന്നും സ്ഥിരീകരിക്കുകയും ചെയ്തു. നാളെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും ഈ വിഷയം ചർച്ചയ്ക്ക് വയ്ക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി നാളത്തെ സെക്രട്ടേറിയറ്റിൽ എന്ത് നിലപാട് എടുക്കുമെന്നാണ്. കാരണം നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് ഈ P. ശശി പാർട്ടിയിൽ പ്രത്യേക അധികാര കേന്ദ്രമായി വളരുന്നുവെന്നും സ്വേച്ഛാധിപതിയാണെന്നുമുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം AK ബാലന്റെയും മുഹമ്മദ് റിയാസിന്റെയും അടക്കം പ്രതികരണങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിയിൽ ഇവരെല്ലാം എന്ത് തരം നിലപാടെടുക്കുമെന്ന് ഏറെ നിർണായകമാണ്. ചൂടേറിയ ചർച്ചകൾ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും മുഖ്യമന്ത്രിയും നാളത്തെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഏറ്റവും അധികം നിർണായകമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് മാഗസീനിൽ കൊടുത്ത അഭിമുഖത്തിൽ P. ശശി പറഞ്ഞത് പാർട്ടിക്കെതിരെ തനിക്കെതിരെ ആർക്ക് വേണമെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാം, അതൊന്നും താൻ കാര്യമാക്കുന്നില്ലെന്നായിരുന്നു. പക്ഷേ P. ശശി ഇപ്പോൾ വിശദീകരിക്കുന്നത് പാർട്ടിയിൽ ഒരു വിഭാഗം, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുക്കാൻ കഴിയാത്ത ഒരു വിഭാഗം തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നത് ഒരു വൻ ശക്തിയാണെന്നാണ് P. ശശി ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പിന്തുണ ഉറപ്പാക്കാനായി സംസ്ഥാന സെക്രട്ടറിയെയും ഇക്കാര്യം P. ശശി അറിയിക്കും. അതിനുശേഷമായിരിക്കും നാളെ എന്തായാലും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. എന്തായാലും നാളത്തെ യോഗം P. ശശിക്കും MR അജിത് കുമാറിനും ഏറെ നിർണായകമാണ്. കാരണം ഇരുവരെയും സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ മറ്റ് അംഗങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. താങ്ക് യു അജീഷ് ജയകുമാർ. നമുക്കിനി B. ദിലീപ് കുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. എന്തൊക്കെയാണ് ഈ രാഷ്ട്രീയ വിവാദം പടർത്തുന്ന വിവാദങ്ങൾ ഇപ്പോൾ ഇന്ന്? ഗുഡ് മോർണിംഗ് SKN. CPM-നെ സംബന്ധിച്ച് അസാധാരണമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഭരണകക്ഷി MLA PV അൻവർ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇവ CPIM ചർച്ച ചെയ്യാൻ പോവുകയാണ്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഏതായാലും ഈ അൻവർ ഉന്നയിച്ച ആരോപണം അത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന നിലയിൽ കൂടി പലരും ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിലാണ് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. CPIM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ സമ്മേളനങ്ങളിലൊക്കെ ഇതുവരെ ഇല്ലാത്ത വിധമുള്ള ഒരു വിമർശനങ്ങളിലേക്ക്, സർക്കാരിൻ്റെ നടപടികളിലുള്ള വിമർശനങ്ങളിലേക്കൊക്കെ CPIM കടന്നു പോവുകയാണ്. അതുതന്നെയാണ് PV അൻവർ പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഇന്നലെ 24-ന് നൽകിയ അഭിമുഖത്തിൽ PV അൻവർ ഒരു പടി കൂടി കടത്തിയാണ് പറഞ്ഞത്. PV അൻവർ ഇന്നലെ 24-ന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, മുഖ്യമന്ത്രിയെ ഒരു മറയ്ക്കുള്ളിലാക്കിയിരിക്കുകയാണ്, ഒരു ബാരിക്കേഡ് തീർത്തിരിക്കുകയാണ് ഈ P. ശശി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് പാർട്ടി പ്രവർത്തകർ അറിയിക്കേണ്ട കാര്യങ്ങൾ, പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ അതൊന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്ന് P. ശശിക്കെതിരെ PV അൻവർ ഇത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞതോടുകൂടി പ്രധാനപ്പെട്ട ഉന്നം P. ശശി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPM നേതൃത്വവും ഏതാണ്ട് അതേ നിലയിൽ തന്നെ PV അൻവറിനോട് പ്രതികരിച്ചു എന്ന് വേണം കരുതാൻ. കാരണം MV ഗോവിന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തെത്തിയപ്പോഴാണ് PV അൻവർ കൂടുതൽ ശക്തിയോടുകൂടി വിമർശനം ഉന്നയിക്കാൻ തുടങ്ങിയത്. കാത്തിരുന്നു കാണാം എന്നുകൂടി PV അൻവർ പറഞ്ഞത് ഒരുപക്ഷെ നേതൃത്വത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും ഇനി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി CPIM-ൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃതലത്തിലോ അല്ലെങ്കിൽ കീഴ്ത്തട്ടിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിണറായി വിജയൻ
നേരിട്ട് നയിച്ച ഒരു പാർട്ടിയും സർക്കാരും എന്ന സമീപനമായിരുന്നു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴൊക്കെ ഈ ഭരണകാര്യങ്ങളിൽ അധികം ഇടപെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദൻ വന്നതോടുകൂടി CPIMൻ്റെ നില ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതാണ് CPIMന്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ആ തോൽവി ആവർത്തിക്കാതെ വിജയം നിലനിർത്തണമെങ്കിൽ പോലീസിൻ്റെ സമീപനത്തിൽ നടപടികളിലൊക്കെ മാറ്റം വന്നേ തീരൂ എന്ന് CPIM നേതൃത്വത്തിന് അഭിപ്രായമുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പരിശോധന നടത്തുന്നതിലേക്ക് CPIM മാറുന്നതും അത് ഒരുപക്ഷെ ആരുടെ തലകളായിരിക്കും ഈ CPIMൻ്റെ വിലയിരുത്തൽ ഉരുളാൻ പോകുന്നത് എന്നത് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അറിയാനാകും. SKN. ഓക്കെ, താങ്ക് യു. രാഷ്ട്രീയ നിരീക്ഷകൻ B. ദിലീപ് കുമാറാണ് നമുക്കൊപ്പം ചേർന്നത്.